നന്മകൾ വിരിയുന്ന നൽചിന്തകളാൽ സമ്പുഷ്ടമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രകാശം പരത്തുന്ന ഓരോ റിഫ്ലക്ഷൻസുകൾ. ഈ ട്രെൻഡിന് ആദ്യം തുടക്കം കുറിച്ചത് കോട്ടയം നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഷിജി ജോൺസണിലൂടെയാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനജീവിതം നിശ്ചലമായപ്പോൾ പ്രത്യാശയുടെ സന്ദേശങ്ങൾ പകർന്നായിരുന്നു വരവ്. സമൂഹ മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഇക്കാലത്ത് നൽചിന്തകൾ പാകിയ ഇടമാണ് നാം സ്റ്റാറ്റസുകളായിടാറുള്ള റിഫ്ലക്ഷൻസ്. ശ്രദ്ധേയമായ അവതരണ ശൈലി കൊണ്ട് റിഫ്ലക്ഷൻസിലൂടെ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച മികച്ച അധ്യാപികയാണ് ഷിജി ജോൺസൺ. ചർച്ച് ബീറ്റ്സിന്റെ ഈ ആഴ്ചയിൽ ഷിജി ജോൺസൺ നമ്മോടൊപ്പം ചേരുന്നു. ഷിജി ടീച്ചറെ, ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസായി മാറുന്ന റിഫ്ലക്ഷൻസ്, അതിന് ആദ്യമേ തുടക്കമിട്ടത് ടീച്ചറാണെന്ന് അറിഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കും? ഞാൻ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവികമായ ഒരു ഇടപെടൽ കാണുന്നയാളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ കാണുന്നത് ചങ്ങനാശ്ശേരി രൂപതയുടെ മീഡിയ കോളേജായ മീഡിയ വില്ലേജ് നിന്നും അവിടുത്തെ PRO ആയിരുന്ന എബിൻ ഫിലിപ്പ് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ടീച്ചറെ പോസിറ്റീവ് തോട്ട്സ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം രാവിലെ ഒന്ന് ചെയ്താലോ എന്ന് ചോദിക്കുക. അപ്പം ക്യാമറയുടെ മുൻപിൽ അത്ര കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. സ്ഥിരമായിട്ട് കോമ്പയറിങ് ചെയ്യാറുണ്ട് പരിപാടികൾക്കൊക്കെ. അപ്പം ഞാൻ എബിനോട് ചോദിച്ചു, അയ്യോ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ എബിൻ പറയുന്നു, നമുക്കൊന്ന് ചെയ്ത് നോക്കാം ടീച്ചറെ. അപ്പോഴും എൻ്റെ ചിന്ത, ആദ്യത്തെ ഒരു 10-20 എപ്പിസോഡ് കഴിയുമ്പോൾ നിർത്താം, ഞാൻ മാറാം, പിന്നെ പ്രോഗ്രാം വേറെ ആരെങ്കിലും ചെയ്തു തുടങ്ങിക്കോളും എന്നാണ്. പക്ഷേ അതങ്ങനെ ചെയ്തു. ആദ്യത്തെ ഒരു 20 എപ്പിസോഡൊക്കെ ആയപ്പോൾ ഞാൻ എബിനോട് നമുക്ക് ഇനി എന്താ അടുത്ത ആളെ വെക്കാല്ലേ എന്ന് ചോദിക്കുമ്പോൾ എബിൻ പറയുന്നു, അയ്യോ നല്ല ഫീഡ്ബാക്കുകൾ വരുന്നു, ഇപ്പം ഇനിയും വെച്ചിട്ട് പോകാൻ പറ്റില്ല, ടീച്ചർ കുറച്ചുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അത് അങ്ങനെ 50ആയി 100ആയി. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നമുക്ക് വേറെ ഒരാളെ ഇനിയും വെച്ചാലോ? അപ്പോൾ പിന്നെ അവിടുത്തെ അച്ഛന്മാരും വൈദികർ 2 പേരും, അവിടെ എത്തക്കാട്ടച്ഛനുണ്ട്, പാറയ്ക്കലച്ഛനുണ്ട്, പിന്നെ പുന്നശ്ശേരി അച്ഛനുണ്ട്, ഇവരൊക്കെ പറയുന്നുണ്ട് ഫീഡ്ബാക്കുകൾ വരുന്നു, ഇനിയും പുതിയ ഒരാളെ കയറ്റിയാൽ പ്രേക്ഷകർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ടീച്ചർ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എന്തിനേറെ പറയണം, 1000 എപ്പിസോഡിലെത്തി ഞാൻ ഇനിയിപ്പോൾ നമുക്ക് നിർത്താമല്ലേ, ഒരു നല്ല നമ്പറല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് ബലമായിട്ട് നിർത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടപെടൽ അതിനകത്തുണ്ട്, ദൈവികമായ ഇടപെടലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കാലം അത്രയും അതെനിക്ക് പറയാതെ വയ്യ. എനിക്ക് ഒരു തവണ പോലും ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഞാനൊന്നിരുന്ന് 2 മണിക്കൂർ ചിന്തിച്ച് വായിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള തോട്ട്സ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ക്രിസ്മസ് സീസൺ ആയപ്പോഴത്തേക്ക് ഡിസംബർ 1 തൊട്ട് 25 വരെ അമോർ ദിവീനോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് റിഫ്ലക്ഷൻസ്, അതും ചങ്ങനാശ്ശേരി രൂപതയുടെ മാക് TVക്ക് വേണ്ടി ചെയ്തു. അപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഈ 25 ദിവസം ക്രിസ്മസിന് എന്ത് റിഫ്ലക്ഷൻ കൊടുക്കും? ആദ്യത്തെ 1-2 ചെയ്യാമായിരിക്കും, പക്ഷെ 25 ദിവസവും നമുക്ക് ടോപ്പിക്ക് കിട്ടി എന്നുള്ളതാണ്. വളരെ ദൈവാനുഗ്രഹത്തിന്റെ സമയമായിരുന്നു അത്. ഇതിനോടകം തന്നെ ഒരുപാട് റിഫ്ലക്ഷൻസ് ചെയ്തു കഴിഞ്ഞു. ഈ റിഫ്ലക്ഷൻസ് സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് പറയാം? സ്വാധീനം അത് പല തലങ്ങളിലാണ്, പല സമയങ്ങളിലാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നുള്ളതാണ്. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്ന ഏതാനും ചില അനുഭവങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് ആ സ്വാധീനത്തിൻ്റെ ഒരു അളവ് മനസ്സിലാകും. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന കുടുംബമാണ്. അവർ അപ്പനും അമ്മയും പെട്ടെന്ന് ഓടി വന്നിട്ട് ടീച്ചറെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാനാകെ കൺഫ്യൂഷനിൽ, ഇതാരാ വിളിക്കുന്നത്, പഠിപ്പിച്ച കുട്ടികളും എല്ലാം ആണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പറയും, ടീച്ചറെ ഞങ്ങളെ അറിയാൻ വഴിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ടീച്ചറിനെ അറിയാം, ഞങ്ങളുടെ കുട്ടികൾക്കും അറിയാം. വാസ്തവത്തിൽ ആ കുട്ടികളാണ് ആദ്യം പേരൻസിനോട് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവർ ഗൾഫിലെ ഈ കുട്ടികൾ പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല, പക്ഷേ ഈ എന്നുള്ള തോട്ട് ഫോർ ദ ഡേ ഫോണിൽ കാണിച്ചാൽ അതെന്നും അത് കേട്ട് അതിനകത്തെ മെസ്സേജ് മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ പറഞ്ഞിട്ടാണ് അവർ കിടക്കുക അത്ര. അതായത് ഒരു ബെഡ് ടൈം സ്റ്റോറിയുടെ ഒരു ഇഫക്റ്റ്. അതുകൊണ്ട് ടീച്ചറെ ഞങ്ങൾ മറക്കില്ല എന്ന് ആ കുടുംബം പറയുമ്പോഴത്തേക്ക് ഞാൻ, ദൈവമേ എൻ്റെ തോട്ട്സിന് ഇത്രയും ഒരു സ്വാധീനം ഉണ്ടോ എന്ന് ആലോചിക്കുക. പിന്നീട് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ തന്നെ ഒരു കസിനാണ്. പുള്ളിക്കാരി ചെന്നൈയിലാണ്
ഫാദർ ക്യാൻസറായിട്ട് കിടക്കുന്ന ആ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു 2-3 മാസത്തോളം സ്ഥിരമായിട്ട് വേദനയൊക്കെ കൂടുമ്പോൾ ആവശ്യപ്പെടാറുള്ളത് ഷിജിയുടെ തോട്ട് ഫോർ ദ ഡേ ഒന്ന് വെച്ച് തരൂ എന്നുള്ളതായിരുന്നു. എനിക്കതങ്ങോട്ട് കണ്ണു നിറയുവാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. ആ മകൾ പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഇവരെ എത്രമാത്രം ഈ തോട്ട്സ് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നത് അവർ തന്നെ പറയുന്നു, ടീച്ചറെ വീട്ടിലുള്ള ഒരാൾ ഞങ്ങളോട് പറയുന്നത് പോലെ കൃത്രിമത്വം അല്പം പോലും ചുവയ്ക്കാതെ ഒരുതരം വാക്കുകളിലൂടെയുള്ള സാന്ത്വനം എന്നൊക്കെ പറയുന്നത്, അതാണ് ഞങ്ങൾ ടീച്ചറിൽ നിന്നും അനുഭവിച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്ന ഈ വായനയിലൂടെയൊക്കെ കടന്നു വന്ന ഒരു ആർദ്രത എന്ന് വേണമെങ്കിലും അതിനെ പറയാമെന്ന് തോന്നുന്നു. ടീച്ചർ, നമ്മളൊരു പുതിയ ചുവടുവെപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണയാണ്. വീട്ടിലെ പിന്തുണയും ഒപ്പം തന്നെ സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം, അതെങ്ങനെയായിരുന്നു പറയാം? എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ തോമസ്, അദ്ദേഹം മറൈൻ എഞ്ചിനീയറാണ്. മക്കൾ 3 പേരാണ്, 3 പെൺകുട്ടികളാണ്. മൂത്ത മോള് ഐറിൻ, രണ്ടാമത്തെ ആളെ എലൈൻ, മൂന്നാമത്തെ ആള് കാരലിൻ. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ദൂരെയുള്ളവരും വീട്ടിലുള്ളവരും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മ ടീച്ചറാണ്, പക്ഷെ ഒരിക്കലും ഒരു ടീച്ചർ ജോലിയിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അമ്മ വ്യത്യസ്തമായ ഒരു സർവീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ് അവർക്ക്, പിന്നെ ഭയങ്കര ഒരു അഭിമാനം. അപ്പോൾ ചിലപ്പോൾ ഒക്കെ തോട്ട്സ് ഒക്കെ അവർക്ക് കിട്ടുന്നത്, അവർക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്, അമ്മ ഇതൊന്ന് നോക്കണം. അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം. ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെ, അദ്ദേഹവും എന്ത് ചെയ്യാനും നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു, റിട്ടയർ ചെയ്തു. അവരാണ് വാസ്തവത്തിൽ ഈ വായനയുടെ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരോട് ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും ചുരുക്കം ചിലർ എപ്പോഴും പറയുന്നത്, വായിക്കുമ്പോൾ പുതിയ ഇൻസൈറ്റുകൾ കിട്ടുന്നത് വായിക്കണം, പാട്ട് കേട്ടാലും ഒക്കെ നമുക്ക് എങ്ങനെ അതിനെ ഒരു നല്ല തോട്ടാക്കി പ്രസന്റ് ചെയ്യാൻ പറ്റും, പുതിയ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശം തരുന്ന സുഹൃത്തുക്കൾ, അതൊരു വലിയ സമ്പാദ്യം തന്നെയാണ് നമ്മുടെ. എൻ്റെ പേര് ആശാ മധുകുമാർ. ഞാൻ ചങ്ങനാശ്ശേരി അഹല്യ എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഇതെൻ്റെ മോളാണ് അരുണിമ. എനിക്ക് ടീച്ചറിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന കാര്യം ടീച്ചറിൻ്റെ ആ ഡൗൺ ടു എർത്ത് നേച്ചറാണ്. പിന്നെ ടീച്ചറിൻ്റെ തോട്ട് ഫോർ ദ ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം ചിലപ്പോൾ ഈ 1000 എപ്പിസോഡ് കഴിഞ്ഞപ്പം എൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് ജിത എന്ന് പറഞ്ഞ ആൾ എന്നെ എപ്പം കണ്ടാലും ചോദിക്കുന്നത്, ഈ പ്രാവശ്യത്തെ എന്നാ ചേച്ചി അയക്കാഞ്ഞേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്നെ അത് തീർന്നപ്പോൾ എന്നോട് എന്താ അത് നിർത്തിയേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 1000 എപ്പിസോഡ് കഴിഞ്ഞിട്ടും ഇതെന്താ നിർത്തിയേ എന്ന് ചോദിക്കുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അത്രത്തോളം ആളുകളുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ടെന്നുള്ളതാണ്. ടീച്ചർ, ഈ ചിന്താശകലങ്ങളിൽ പൊതുവെ വിരിയുന്നത് നന്മകളും പുതിയ ചിന്തകളുമാണ്. ഇതിൽ ഓരോ എപ്പിസോഡിലും വരുന്ന ആ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ്? ചെറിയ ചെറിയ കഥകളൊക്കെ പറയുന്നത്. ഓരോ ടോപ്പിക്കും എന്ന് പറയുന്നത് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ വായനകൾ, വാർത്തകൾ, അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പൊതുവെ പറയാനുള്ളത്. ആനുകാലിക സംഭവങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ആശ്രയിക്കുന്ന വായനയെ തന്നെയാണ്. പുതിയ വായനകൾ പുതിയൊരു തലത്തിലേക്ക്, ഒരു പക്ഷേ നമ്മൾ കേട്ട് പഴകിയ ഒരു കഥയാണെങ്കിൽ പോലും അതിനെ സമൂഹത്തിൻ്റെ ആവശ്യത്തിന് പ്രകാരം എങ്ങനെ ഒന്ന് അവതരിപ്പിക്കാം, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി എങ്ങനെ അവതരിപ്പിക്കാം എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങൾ പലപ്പോഴും പങ്കുവെക്കുന്നത് ഞാൻ മറ്റുള്ളവരിൽ വരണം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എന്നിലും മറ്റുള്ളവരിലും വരണമെന്ന് വിചാരിക്കുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിലൊക്കെ ചില പേരൻസ് ഒക്കെ വന്നിട്ട് ഒത്തിരി സങ്കടത്തോടെ പറയും, കുട്ടികൾ അനുസരിക്കുന്നില്ല, ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ അടുത്ത ഒരു കഥയിലൂടെ എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന ഒരു മൂല്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ തമാശയായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, ടീച്ചറോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം, നാളെ അതൊരു തോട്ടായിട്ട് ചിലപ്പോൾ പുറത്തു വന്നേക്കും എന്ന് പറയാറുണ്ട്. ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് നെടുകുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലാണ് ഞാൻ. എൻ്റെ പേര് ജോസ് കെ ജേക്കബ്. നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീമതി ഷിജിമോൾ വർഗീസിൻ്റേത്. വളരെ നല്ല മെസ്സേജസ് ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് നല്ല സന്ദേശം നൽകാനായിട്ട്
മുൻപോട്ട് ഇറങ്ങിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഷിജി ടീച്ചർ. കലോത്സവത്തിന്റെ കാര്യങ്ങളിലാണേലും അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലാണേലും ടീച്ചർ എനിക്ക് വളരെ നല്ല ഒരു പിന്തുണ നൽകുന്ന ആളാണ്. ഞങ്ങൾ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓർക്കസ്ട്ര ടീം മെമ്പേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി ഞങ്ങൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത അധ്യാപകരിൽ ഒരാളാണ് ഞങ്ങളുടെ സ്വന്തം ഷിജി ടീച്ചർ. ടീച്ചറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും പോകാൻ പറ്റിയത്. ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ടീച്ചർ ഞങ്ങൾക്ക് ഇത്രയും വലിയ സപ്പോർട്ട് തന്നതിൽ. ക്യാമറയുടെ മുൻപിൽ ഇങ്ങനെ കണ്ടപ്പോൾ സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും ഒക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കുട്ടികളൊക്കെ പറയും ഇതാ ഞങ്ങളുടെ മിസ്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സന്തോഷം. പിന്നെ നേരത്തെ പഠിപ്പിച്ച് കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ, അവര് അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും ടീച്ചറെ വർഷങ്ങൾക്ക് മുമ്പ് +2 ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്നത് പോലെ തന്നെ തോന്നുന്നു, വല്ലാത്തൊരു ഫീലാണ് അത് കേട്ടോ, സന്തോഷം, താങ്ക് യു എന്ന് പറഞ്ഞ് ധാരാളം പേരുണ്ട്. ഞങ്ങളുടെ സഹാധ്യാപികയാണ് ഷിജി ടീച്ചർ. ടീച്ചറിൻ്റെ വായനാശീലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. സ്കൂൾ അസംബ്ലിയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇതിനൊന്ന് ഒരു സന്ദേശം കൊടുക്കണമെന്ന് ടീച്ചറിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് വലിയ ഗഹനമായ കാര്യങ്ങളെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക ചാതുരി ടീച്ചറിനുണ്ട്. എനിക്ക് തോന്നുന്ന ഇത്രയും കാലത്തെ അധ്യാപന ജീവിതമാണ് ഈ തോട്ട്സ് അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് തോന്നുന്നു. കാരണം അനുഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. മാതാപിതാക്കളുടെ ദുഃഖം, അല്ലെ മാതാപിതാക്കളുടെ സന്തോഷം, പ്രശ്നക്കാരും അല്ലാത്തവരുമായ കുട്ടികൾ, അവരുടെ വളർച്ച, ചിലരുടെയെങ്കിലും തളർച്ച, പിന്നെന്താണ് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ വീണ് കിട്ടുന്ന അനുഭവങ്ങൾ, ഈ അധ്യാപനത്തിൽ അത്യന്താപേക്ഷിതമായ വായന. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന റിഫ്ലക്ഷൻസ് ആണ് ഓരോ ദിവസവും എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയത്. ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം വൈറലായ 2 തോട്ട്സ് നമുക്കൊന്ന് ഷെയ്ഖിയാന പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അതിൻ്റെ ഒരു കൗതുകം എന്താന്ന് വെച്ചാല് നമ്മള് പല തോട്ട്സും സാധാരണഗതിയിൽ അങ്ങ് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കാത്ത തോട്ട്സ് ആണ് വൈറലായിട്ട് വരുന്നത്. അതിലൊന്ന്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരറിയാതെ പോകുന്നതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെ ദുഃഖമുണ്ട്. അതിനെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്ത അവതരിപ്പിച്ചായിരുന്നു. അതായത് പള്ളിയിലേക്ക് കയറിപ്പോകുന്നവരുടെ എണ്ണം നോട്ട് ബുക്കിൽ കുറിക്കുന്നതും തിരികെ വരുന്നവരുടെ എണ്ണം കുറിക്കാൻ സാധിക്കാതെ വരുന്നതുമായ ഒരു തോട്ട്. അത് എനിക്ക് തോന്നുന്ന ഇപ്പോഴും ആളുകൾ അയച്ചു തരുന്നുണ്ട്, ടീച്ചറെ ഇത് ഞങ്ങളെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചിലർ നമ്മളെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകും. അതായത് കരുതലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നവര് ഒരു വീഴ്ച വരുമ്പോഴത്തേക്കും നമ്മളെ ഇരുളിലേക്ക് അങ്ങ് തള്ളിയിട്ടിട്ട് പോകുന്ന ഒരു തോട്ട്. അത് അവതരിപ്പിച്ചപ്പോഴും ഭയങ്കരമായി അത് വൈറലായി. അത് എത്ര പേരാണെന്നറിയില്ല എന്നോട് പറഞ്ഞത് സമാനമായ ഒരു അനുഭവം എനിക്കുമുണ്ടായി ടീച്ചറെ, എനിക്കുണ്ടായി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ എൻ്റെ ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. ഒത്തിരി പേർക്ക് അത് സ്വന്തം ജീവിതത്തിലെ അനുഭവമായിട്ട് തോന്നുകയും ഒത്തിരി പേര് അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സന്തോഷമുള്ള അനുഭവമാണ് അത് കേൾക്കുമ്പോൾ. എല്ലാ ദിവസവും ആദ്യം കാണുന്നത് തോട്ട് ഫോർ ദ ഡേ ആയിരിക്കും. അപ്പോൾ ഷിജി മിസ്സിന്റെ മുഖം കണികണ്ടായിരുന്നു എല്ലാ ദിവസവും നമ്മൾ ഉണർന്നുകൊണ്ടിരുന്നത്. അപ്പം അത് വളരെ കുറച്ച് സമയമാണ്, പക്ഷെ ആ കുറഞ്ഞ ആ സമയത്തിനുള്ളിൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു മാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും. ടീച്ചർ, റിഫ്ലക്ഷൻസ് അവതരണത്തിന് ശേഷം KCBC മീഡിയ കമ്മീഷന്റെ ഐക്കൺ അവാർഡ് ടീച്ചറെ തേടിയെത്തിയിരുന്നു. ഒപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങളും അടുത്തിടെ കിട്ടി. ഇത്രത്തോളം സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത അത്രയുണ്ട്. KCBC അവാർഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. KCBC അവാർഡ് തുടങ്ങി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 15ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. അതിരൂപതയുടെ എക്സലൻസ് അവാർഡ്, പിന്നെ കാത്തലിക് കോൺഗ്രസിന്റെ ആഗോള നസ്രാണി സംഗമം നടന്നു ബാങ്കോക്കിൽ, അവിടെ അവാർഡ്, പിന്നെ നമ്മുടെ മീഡിയ വില്ലേജിന്റെ 10 വർഷം സ്വരദശകം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു അവാർഡ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 15 അവാർഡുകളോളം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും, ഈ ബഹുമതികളൊന്നും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ
ജോസഫ് കെ നെല്ലുവേലി. പൊതുപ്രവർത്തന രംഗത്തും ഞാനുണ്ട്. എടത്വായ സെൻറ് അലോഷ്യസിലും ചമ്പക്കുളം സെൻറ് മേരീസിലും പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ചു. വ്യക്തി എന്നുള്ള നിലയിൽ ഷിജി ജോൺസനെ സമീപിക്കുമ്പോൾ വൈവിധ്യമാർന്ന പല മാനങ്ങളിലൂടെയാണ് എനിക്ക് ടീച്ചറിനെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഷിജി ടീച്ചർ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുണ്യപ്പെട്ട ഒരു അധ്യാപികയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നിറഞ്ഞ സ്വാധീനമുള്ള ഒരു അധ്യാപികയാണ്. വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അവർക്കേറെ പ്രസക്തിയുണ്ട്. വീണ് കിട്ടുന്ന ഓരോ തീപ്പൊരിയെയും ഊതിക്കത്തിച്ച് ജ്വാലകളാക്കുന്നതിൽ എന്നിലുള്ള വിശ്വാസത്തിനും ക്രിസ്തീയ ധാർമ്മികതയ്ക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു. അതായത് എത്ര ചെറിയ ചിന്തയെപ്പോലും ഏത് വിഭാഗത്തിലുള്ള പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാനാവുന്ന വിധം അവരുടെ ഹൃദയത്തോട് സംവദിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാനും അതുകൊണ്ടൊരു നന്മയുടെ ചലനം സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എല്ലാ തോട്ടുകളും അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. അതിലൊക്കെ ക്രിസ്തീയമായ ഒരു ധാർമ്മികതയുണ്ടായിരുന്നു. അടിയുറച്ച ചെറുപ്പം മുതലേ നമ്മൾ അടിയുറച്ച മൂല്യങ്ങളുണ്ടായിരുന്നു. അത് വലിയൊരു കരുത്ത് തന്നെയായിരുന്നു. ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നി നൽചിന്തകൾ തളിർക്കുകയാണ് ഷിജി ടീച്ചറിന്റെ ഓരോ വാക്കുകളിലും. തിന്മകൾക്കെതിരെ വാക്കുകൊണ്ട് നന്മയുടെ വസന്തവും തീർക്കുകയാണ് ടീച്ചർ. ക്യാമറമാൻ ജെയ്വിനുമൊപ്പം റിജോ സേവ്യർ, ഷെഗ്യാന ന്യൂസ്, കോട്ടയം.